സ്തോത്രം. യേശുവേ നന്ദി. ബ്രദർ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പരിശുദ്ധാത്മാവിനോട് ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ മുതൽ പ്രാർത്ഥിക്കുന്നതാണെങ്കിലും ബ്രദർ പറഞ്ഞ ആ സമയത്ത് ഈശോയോട് ഞാനിങ്ങനെ പറഞ്ഞു, ഈശോയെ അങ്ങയുടെ വചനം ഞാൻ 4 നേരം ഭക്ഷിക്കുന്നത് പോലെ എൻ്റെ അധരത്തിലും അങ്ങ് എനിക്ക് തരണമേ. ഞാൻ വിദ്യാഭ്യാസം കുറവാണ്, എങ്കിലും അങ്ങയുടെ വചനം ചവച്ച് ചവച്ച് തിന്നാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ ആ നിമിഷം ഏഷ്യ 66 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. വീണ്ടും വെളിപാട് 12 സ്വർഗത്തിൽ വലിയ ഒരടയാളമുണ്ടായി. സൂര്യനുടയാടയായ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം. വീണ്ടും പുറപ്പാട് 14 പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അപ്പോൾ എനിക്ക് കർത്താവ് ഈ ബ്രദർ പറഞ്ഞ ആ നിമിഷം എനിക്ക് എന്തോ വലിയ ഒരു അനുഭവമായിരുന്നു. ഇന്നലെ നല്ല കോരിച്ചൊരിയണ ആ മഴയുടെ സമയത്തും എൻ്റെ ഉള്ളിൽ ഈ ഏഷ്യ 66 തിരുവചനം തന്നെ ഇങ്ങനെ ഞാൻ അയവിറക്കി. പക്ഷേ എനിക്കിവിടെ വന്ന് പറയാനൊരു ഭയമായിരുന്നു. അപ്പം ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാൻ അഴീക്ക ഇടവക്കാരത്തിയാണ്, കുഞ്ചൻ ബ്രദർ മുഖാന്തരമാണ് ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രദറിൻ്റെ ഈ ക്ലാസ് കേട്ടതിൽ ഞങ്ങൾക്ക് വലിയൊരു ആനന്ദം. കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി. ആ കൃപ കിട്ടി. അപ്പം സന്തോഷത്തോടുകൂടി അഴീക്കൽ ചെന്ന് വിദ്യാഭ്യാസമില്ലെങ്കിലും ഈശോയുടെ വചനം ആ അവയവിറക്കുന്ന പോലെ എനിക്ക് തന്നതിന് ഞാൻ എങ്ങനെ ഈശോയ്ക്ക് നന്ദി പറയണമെന്ന് അറിയില്ല. എനിക്ക് വിദ്യാഭ്യാസമില്ല, എങ്കിലും ചവച്ച് ചവച്ച് തിന്നാൻ എനിക്ക് തരണമേ എന്ന് ഈശോയോട് പറഞ്ഞ് അത് തന്നതിന് 100 കോടി നന്ദി.